രാവിലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ബാക്ക് പിടിച്ച് നമ്മൾ നേരെ പോയത് ആറ്റിങ്ങൽ ഗിരിജാസിലോട്ടായിരുന്നു. ഇന്ന് എന്റെ ഡീറ്റെയിൽഡ് 5 മന്ത് അനോമലി സ്കാനിങ്ങിന്റെ ഡേറ്റ് ആയിരുന്നു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ റിസൾട്ടും കിട്ടി. പിന്നെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി ആലങ്കാടുള്ള സഹർ അൽ മന്തിയിലോട്ടാണ് പോയത്. പക്ഷെ അവിടെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രൽ ഹോട്ടലിൽ കയറി. മന്തി കഴിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും മന്തി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ റൈസ് പറഞ്ഞതിന് 120 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്തത്. നോർമലി ചെറിയെങ്കിൽ 60-70 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി വൈകിട്ട് നമുക്കൊരു വെഡിങ് പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ അധികം ഫോളോവേഴ്സ് നമ്മുടെ അടുത്ത് സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര വലിയ സന്തോഷമാണ്. അങ്ങനെ ചെക്കനെയും പെണ്ണിനെയും കണ്ട് നമ്മൾ വാങ്ങിച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് കൂടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത്. പാപ്പുടെ ഒരു പാർട്ടി പേഴ്സൺ ആണ്. അവൻ ഇതുപോലുള്ള ലൈറ്റും മ്യൂസിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലായിരുന്നു. സോ നമ്മൾ ഇമാബിയിൽ വെച്ച് നടന്ന ചെക്കന്റെ റിസപ്ഷൻ പാർട്ടിയിലാണ് പങ്കെടുത്തത്. ഇവന്റെ ഹാൻഡിൽ ചെയ്ത് ആരാണെന്ന് അറിയാൻ വയ്യ, പക്ഷെ നല്ല സ്റ്റേജ് ഡെക്കറേഷനും സർവീസും ആയിരുന്നു. ഈ കല്യാണങ്ങളുടെയും റിസപ്ഷനുകളുടെയും ഒക്കെ ആംബിയൻസും ഈവൻ അതിന്റെ സ്മെല്ല് പോലും വ്യത്യസ്തം. മുല്ലപ്പൂവിന്റെയും പെർഫ്യൂമുകളുടെയും പിന്നെ ഫുഡിന്റെയും ഒക്കെ ഒരു സ്മെല്ല്. പിന്നെ ഹോളിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ ചെറിയൊരു DJ അറേഞ്ച്മെന്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. കാണാൻ തന്നെ നല്ല റിച്ച് ഫീൽ. പിന്നെ നമ്മൾ നേരെ പോയി പ്ലേറ്റ് എടുത്ത് ഓരോന്നോരോന്നായിട്ട് വാങ്ങി. ഈ നിൽക്കുന്നവർക്കൊക്കെ തന്നെ നമ്മളെ അറിയാം, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന്. അങ്ങനെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് ശാർക്കര ലൈറ്റ് കാണാനാണ്.